വെൽക്കം ടു ആഷാസ് ക്രിയേറ്റീവ് പെപ്പ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആന്ധ്ര ഫുഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന്, ഇല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ക്രാബ് മസാലയാണ്. ക്രാബ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആരെങ്കിലും ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ വരുവാണെങ്കിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ക്രാബ് മസാല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രാബ് മസാലയാണ് നിങ്ങൾക്ക് കിട്ടുക. വളരെ യുണീക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുപോലെ ഇതിൻ്റെ മസാലയുടെ കൂട്ടൊക്കെ വളരെ യുണീക്കാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മസാലകളൊന്നും തന്നെ ഇതിൽ സാധാരണ ഉപയോഗിക്കാറില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്പെഷ്യൽ മസാലയാണ് ക്രാബ് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഈ ക്രാബ് മസാല നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആന്ധ്ര സ്പെഷ്യൽ സ്പൈസി ക്രാബ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ക്രാബാണ്. ക്ലീൻ ചെയ്ത ശേഷം ഇത്രേ ബാക്കിയുള്ളൂ. ഇത് ലൈവ് ക്രാബ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് റോ മസാലാസ് വേണം. അതിന് വേണ്ടിയിട്ട് നല്ല ജീരകം 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ജാതിപത്രി ഒരൽപ്പം, 2 കഷ്ണം കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്, 2 ബേ ലീവ്സ്, 3 വറ്റൽമുളക്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പു, 1/4 ടേബിൾ സ്പൂൺ ഷായി ജീര അല്ലെങ്കിൽ ചെറിയ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, 1 സവോള അരച്ചു വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ 1 തക്കാളി നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ്, ചതച്ച ഇഞ്ചി, ചതച്ചെടുത്ത വെളുത്തുള്ളി, 2 പച്ചമുളക് ചതച്ചെടുത്തതാണിത്. നമ്മളിവിടെ എല്ലാ മസാലയും പേസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ പൗഡറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മസാലകൾ വേണം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ജീരകം 1/2 ടേബിൾ സ്പൂൺ പൊടിച്ചത്, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്രാബിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അന്നേരത്തേക്ക് നമുക്ക് മസാല കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോ സ്പൈസസിനെല്ലാം ഈ ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് മസാല ഒന്ന് ചൂടായി നല്ലൊരു മണം വന്ന ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒരു 3 തുടങ്ങി 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ എല്ലാം അരച്ചെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്രാബ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഷെല്ലാണ്. അപ്പം അതിലേക്ക് നന്നായിട്ട് ഇത് പോകാനായിട്ട് പിടിച്ചിരിക്കാനായിട്ട് പറ്റും. ഇനി ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവോള ഒരുവിധം ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും തക്കാളി അരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് പച്ചമണം പോകും വരെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന ശേഷം മാത്രം ബാക്കിയുള്ള മസാലകളൂടെ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മസാലകളുടെ പച്ചമണം മാറി ഇതിന്റെ കളർ ഒരു നല്ല ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ക്രാബിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം മസാലകൾ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലയും കൂടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴലിട്ടെ. നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പം നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ക്രാബ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ക്രാബിലുള്ള വെള്ളവും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോ ഈ മസാല എന്ന് പറയുന്നത് നല്ല ഡ്രൈ അല്ലേ, അപ്പൊ ഈ മസാലയ്ക്കകത്തൊരു ഇത്തിരി വെള്ളം കൂടെ വീണാലേ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ ഫ്ലഷിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതിന് ഒരല്പനേരം ഒരു 10 മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ കറികൾ ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് പൊടി മസാലയൊക്കെ ഇടുകയാണെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കറി മുഴുവനും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമാണ്. ഒരുപാട് തീയുടെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ 10 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഇപ്പം മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ക്രാബിന്റെ മുകളിൽ പിടിച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഡെലിഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ നമുക്കിതിൻ്റെ മുകളിലൊന്ന് വെതറി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളുടെ ആന്ധ്ര സ്പെഷ്യൽ സ്പൈസി ക്രാബ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണിത്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ഇതുപോലൊരു ക്രാബ് മസാല ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് ഈ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള യുണീക്ക് ക്രാബ് മസാല ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ അടുത്തൊരു ടേസ്റ്റി വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.